വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരു ഒരു നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു യുവാവ് സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ വീട്ടിൽ ഞാൻ എന്നും വഴക്കാണ്, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയോട് ഞാൻ എന്നും വഴക്കിടുവാണ്, അതിനെനിക്കൊരു സൊല്യൂഷൻ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ ഭാര്യയെ ഒന്ന് വിളിക്കൂ. അപ്പോൾ ഭാര്യ വന്നു. ഗുരു ഭാര്യയും ഈ ഭർത്താവിനെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഗുരു ഈ ഭാര്യയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ യുവാവ് ആലോചിച്ച്, ഈ നട്ടുച്ചയ്ക്ക് എന്തിനാണ് ഇദ്ദേഹത്തിന് മെഴുകുതിരി? പക്ഷെ ഭാര്യ ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടൊന്ന് കൊടുത്തു. ശേഷം ഈ ഗുരു ആവശ്യപ്പെട്ടു, എനിക്ക് മധുരമുള്ള എന്തെങ്കിലും ഒരു കടി, ഒരു പലഹാരം എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ അകത്ത് പോയി. പക്ഷെ അവർ കൊണ്ടുവന്നത് ചെറിയ എരിവുള്ള ഒരു ചെറിയ കടിയായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ ഗുരു സന്തോഷത്തോടെ അത് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് ഈ യുവാവ് വന്നിട്ട് പറഞ്ഞു, ഗുരു, എൻ്റെ ചോദ്യത്തിന് അങ്ങ് കൃത്യമായ ഒരു മറുപടി ഇതുവരെ തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ നിനക്ക് എപ്പോഴേ മറുപടി തന്നു കഴിഞ്ഞു. അപ്പോൾ ഇവൻ ആലോചിച്ചു, എന്ത് മറുപടി? അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ ആദ്യം നിങ്ങളുടെ ഭാര്യയോട് ഒരു കത്തിച്ച മെഴുകുതിരി കൊണ്ടുവരാൻ പറഞ്ഞു. അവരാ മെഴുകുതിരി കൊണ്ടുവന്നു. ഈ നട്ടുച്ചയ്ക്ക് എനിക്ക് എന്തിനാണ് കത്തിച്ച മെഴുകുതിരി, എനിക്കെന്താ ഭ്രാന്താണോ എന്ന് അവർ ചിന്തിച്ചേക്കാം. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. എനിക്കതുകൊണ്ട് എന്തെങ്കിലും ആവശ്യം കാണും എന്ന് കരുതി ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആ മെഴുകുതിരി കത്തിച്ചു കൊണ്ടു തന്നു. അതുപോലെ രണ്ടാമത് ഞാനൊരു മധുരമുള്ള പലഹാരം ആവശ്യപ്പെട്ടപ്പോൾ അവർ ചെറിയ എരിവോട് കൂടിയ ഒരു ചെറിയ കടിയാണ് എനിക്ക് കൊണ്ടു തന്നത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, ഞാൻ ചോദിച്ചത് മധുരമല്ലേ ചോദിച്ചത്, നീ എന്തിനാണ് എനിക്ക് എരിവുള്ള കടി കൊണ്ടുവന്നത് എന്ന് ചോദിച്ച് എനിക്ക് വേണമെങ്കിൽ അവരോട് ദേഷ്യപ്പെടാമായിരുന്നു, വഴക്കുണ്ടാക്കാമായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചത്, ചിലപ്പോൾ ഇവിടെ ആ ഒരു പലഹാരം മാത്രമേ ഈ വീട്ടിലിപ്പോൾ കാണുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ വെറുതെ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്, അതൊക്കെ കഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് ഞാനും കരുതി. ഇത്രയേ ഉള്ളൂ. ഇപ്പം താങ്കളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടിയില്ലേ? അപ്പോൾ യുവാവിന് എന്തൊക്കെയോ സംഭവിച്ചതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് പുതിയ എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പഠിച്ചു. വിശ്വാസമാണ് എല്ലാം. അതായത് വിശ്വാസമുള്ളിടത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്നാൽ അവിശ്വാസമുള്ളിടത്ത് അലങ്കോലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പം രണ്ടുപേര് തമ്മിലുള്ളൊരു ബന്ധത്തിൽ പരസ്പര വിശ്വാസം എന്നൊരു സംഭവം വളരെ ആവശ്യമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ ഓപ്പോസിറ്റുള്ള ആൾ, എൻ്റെ കൂടെ ഉള്ള ആളിൻ്റെ പരിമിതികൾ ഇത്രയൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ അല്ലെങ്കിൽ അവൾക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളൊരു വിശ്വാസം, അത് അക്സെപ്റ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാത്തിടത്തോളം കാലം എനിക്ക് വേണ്ടത് ഇതൊക്കെയാണ്, ഇതൊക്കെ എനിക്ക് കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ആ ഒരു വാശിയും ഈ ഒരു അവിശ്വാസവും ഉണ്ടെങ്കിൽ ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. താങ്ക് യു.